ഉണ്ണിയമ്മേ തുമ്പടി വന്നു. കേരളത്തില് ഈ അടുത്ത കാലത്ത് ഒരു 1-2 വർഷത്തിൽ ഇത്രയും സൈബർ ബുള്ളിങ് നേരിട്ടുള്ള വേറെ രണ്ടുപേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞാൻ അകത്ത് പോകുമ്പോൾ എന്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. അവരെന്നോട് പറഞ്ഞില്ല ഗബ്രി നീ ആ തൊട്ടത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതിനൊന്നും ഇല്ലേ? ഐ ലവ് ഹഗ്സ്. എനിക്ക് സയന്റിഫിക്കലി പ്രൂവൻ ആണ് ഒരു മനുഷ്യന് 8 ഹഗ് മിനിമം ഒരു ദിവസം വേണം എന്നുള്ളത്. ലവിന്റെ തെറാപ്പി. ആ വീട്ടിൽ അത്രയും തല തകർന്നു നിൽക്കുന്ന സമയത്ത്, മനസ്സില്ലാതായി നിൽക്കുന്ന സമയത്ത് ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഹഗ് കിട്ടാന്ന് പറഞ്ഞാൽ അത് അത്രയും സ്പെഷ്യൽ തന്നെ. ഇതൊരു അസുഖമാ. ലക്ഷത്തിൽ 319 പേർക്ക് വരുന്ന നല്ല അടികൊള്ളാത്തതിന്റെ അതേ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാണ് ഗബ്രീനെങ്കിൽ ഗബ്രി അങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലെ ഇത്തരം സീനുകൾ കാണുകയാണെങ്കിൽ ഗബ്രി വേണ്ടാന്ന് വെക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരു ഷോയിൽ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും മറ്റൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. കമന്റിലോട്ട് പോയാലോ? നട്ടിലില്ലാത്ത നിലപാടുകളാണ് ഗബ്രി ബീബിക്ക് അകത്തും പുറത്തും കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത്. ഈ കൂട്ടമായിട്ടുള്ള അഭിപ്രായമാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ എവിക്ട് ആയ എപ്പിസോഡിന്റെ വിഷ്വൽസ് കണ്ടെടുത്ത് ആ എപ്പിസോഡിന്റെ വിഷ്വൽസിന്റെ താഴെ കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം മനസ്സിലാവും. ഇത്രയും നല്ലതായിരുന്നോ ഇവർ തമ്മിലുള്ള ബന്ധം, ഇത്രയും സ്പെഷ്യൽ ആയിരുന്നോ, കണ്ടിട്ട് കരച്ചിൽ വരുന്നു എന്ന് 1000കണക്കിന് കമന്റ്സ് ഉണ്ട്. PR ടീമിന്റെ വർക്കായിരിക്കാം, മറ്റൊരു കണ്ടസ്റ്റൻസിന്റെ PR ടീം മനഃപൂർവ്വം കരിവാരി തേക്കുന്നതായിരിക്കും. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. നാച്ചുറലി വോട്ട് ചെയ്ത് ശീലമുള്ളവർക്കേ ഓഡിയൻസ് വോട്ട് ചെയ്യുള്ളൂ. എനിക്ക് വോട്ട് ചെയ്ത് ആർക്കും ശീലമില്ല. ഞാൻ ആകെ ഒരു പ്രാവശ്യം നോമിനേഷൻ വന്നിട്ടുള്ളൂ. ആഴ്ച മാത്രമേ ആളുകൾക്ക് എന്റെ മുഖം വോട്ടിങ്ങിൽ കണ്ടിട്ടുള്ളൂ. രാമൻകുട്ടി തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്.